മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിലനിൽപ്പീയം നിലനിൽപ്പീയം എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പൊ ഈ പാഠഭാഗം ശ്രദ്ധിക്കാത്തവരുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ചാപ്റ്റർ അല്ലെങ്കിൽ പാഠഭാഗം മുഴുവൻ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റില് പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം കഴിഞ്ഞതിന് ശേഷം വരുന്നൊരു അനുബന്ധ പാഠമാണ് നിലനിൽപ്പീയം എന്ന് പറയുന്ന കഥാഭാഗം. ഓക്കെ, പഠിച്ചവരുണ്ടാവാം. നിർബന്ധമായിട്ടും അത് പഠിക്കേണ്ട ഒരു കഥ തന്നെയാണ്. നമുക്ക് നമ്മളുടെ യൂണിറ്റിന്റെ ഭക്ഷണം, മാറുന്ന കാലത്തെ ഭക്ഷണ രീതികളൊക്കെയാണ് യൂണിറ്റിന്റെ വിഷയമായി പ്രമേയമായി വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥയാണ്. VKN ആണ് നമ്മളുടെ കഥ എഴുതിയിട്ടുള്ളത്. ആരാണ്? VKN ആണ് നമ്മളുടെ കഥ എഴുതിയിട്ടുള്ളത്. ആരാണ് VKN എന്നറിയാമോ നിങ്ങൾക്ക്? VKN മലയാള സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരനാണ്. VKN എന്ന് പറയുന്ന സാഹിത്യകാരൻ. ഓക്കെ, VKN എന്താണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്നറിയാമോ നിങ്ങൾക്ക്? വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ എന്നാണ് കേട്ടോ. വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അതാണ് VKN എന്ന് നമ്മൾ വിളിക്കുന്നത്. 1929-2004 ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അപ്പൊ ഹാസ്യാത്മകമായ രചനകൾ, നമ്മൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ തമാശ കലർന്ന സാമൂഹ്യ വിമർശനം, വളരെ നിശ്ചിതമായിട്ട് സമൂഹത്തെ വിമർശിച്ചിട്ടുള്ള, അധികാരത്തെ വിമർശിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് VKN. അപ്പൊ അദ്ദേഹം വേറിട്ട രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ VKN സ്വന്തം ജീവിതാനുഭവങ്ങൾ പയ്യൻ എന്ന് പറയുന്നൊരു കേന്ദ്ര കഥാപാത്രത്തിലൂടെയാണ് നോവലുകളിലും കഥകളിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ പയ്യൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന കഥകളാണ് കൃതികളാണ് അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണെന്ന് നമുക്ക് പറയാം. അദ്ദേഹം ഒരുപാട് കഥകള്, ഒരുപാട് നോവലുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 2 നോവലും കുറച്ച് കൃതികളും മാത്രമാണ് ഇംഗ്ലീഷിലേക്കൊക്കെ മറ്റു ഭാഷയിലൊക്കെ വിവർത്തനം ചെയ്തത്. കാരണം മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മനോഹരമായ രീതിയിലാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികള് ചാത്തൻസ് എന്ന് പറയുന്ന കൃതികള്, പയ്യൻസ് കഥകള്, ചൂർണാനന്ദൻ, ക്ലിയോപാട്ര, പയ്യന്റെ കാലം, കാലഘട്ടത്തിലെ പയ്യൻ, ഇങ്ങനെ പയ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നത് കേട്ടോ. പിന്നെ നോവലുകളാണെങ്കിൽ അസുരവാണി, മഞ്ചല്, പെൺപട, പിതാമഹൻ, കുടിനീര്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ നോവലുകളാണ്. അപ്പൊ അദ്ദേഹം അധികാര വ്യവസ്ഥയ്ക്ക് എതിരായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, തന്റെ തൂലിക ചലിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ സിൻഡിക്കേറ്റ്, ആരോഹണം, അതേപോലെ പയ്യൻ കഥകൾ തുടങ്ങിയൊക്കെ ആ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട അധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്തിട്ടുള്ള കൃതികൾ തന്നെയാണ്. പിന്നെ എന്താ പറയാ, നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആക്ഷേപഹാസ്യം, ചെട്ടയർ ഈ തമാശയിലൂടെ സാമൂഹ്യ വിമർശനം നടത്തിയെന്നൊക്കെ പഠിച്ചിരുന്നത്. അതിനുശേഷമുള്ള ഒരാൾ തീർച്ചയായിട്ടും എന്താണ്, VKN തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അതേപോലെ അദ്ദേഹം പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള എഴുത്തുകളും എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ നമ്മള് നിലനിൽപ്പീയം എന്ന് പറയുന്ന കഥയുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അപ്പൊ VKN രചിച്ചിട്ടുള്ള പയ്യൻ കഥകളിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കഥയാണ് നിലനിൽപ്പീയം എന്ന് പറയുന്ന കൃതി അപ്പൊ നമ്മളുടെ യൂണിറ്റിൽ നമുക്കറിയാം എന്തിനെ കുറിച്ചാണ് നമ്മൾ യൂണിറ്റിൽ പഠിക്കുന്നത്, ഭക്ഷണ സംസ്കാരത്തെ കുറിച്ചാണ് മാറുന്ന ഭക്ഷണ രീതി, കാലഘട്ടത്തെ ഒക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പൊ ഭക്ഷണത്തോടുള്ള അത്യാർത്തിയും സുഖലോലുപതയിലുള്ള മലയാളിയുടെ പോക്കിനെയുമാണ് എന്ത് ചെയ്യുന്നത്, ആക്ഷേപഹാസ്യത്തിലൂടെ VKN ഇവിടെ അവതരിപ്പിക്കുന്നത്. തന്നിലേക്ക് ഒതുങ്ങി തന്നിൽ ഒതുങ്ങി തന്നിൽ ഒടുങ്ങുന്ന പുതിയ കാലത്തിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. തൊഴിലാളി മണ്ഡലം ആരംഭിച്ചപ്പോൾ ബോധം കെട്ടു, ആരോടും മിണ്ടിയില്ല തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ കർമ്മവിമുഖതയുടെ അടയാളങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. അതേപോലെ കഥയുടെ തലക്കെട്ട് തന്നെ എഴുത്തുകാരന്റെ പദപ്രയോഗത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാം ജീവിതശരീര രോഗങ്ങൾ കൂടുതലായി കാണുന്ന ഈ കാലത്ത് എന്താണ്, ഈ കഥയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു എന്താ പറയാ, അസുഖമില്ലാത്തത് എന്താണ്,
മോശമായി കരുതുന്ന ആളുകളുള്ള കാലമാണ്. നമ്മൾ പഠിച്ചു അല്ലെ, അത്തരം ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്ത് നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ അല്ലെ, നമ്മളുടെ ഈ പറയുന്ന ജീവിത രീതിയൊക്കെ നമ്മൾ മാറ്റിയേ തീരുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയാ ആരോഗ്യത്തോടു കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു അർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കഥയാണിത്. വികെൻ തന്റെ കാലത്തെ സവിശേഷ സാഹചര്യങ്ങളോട് പറഞ്ഞും പരിഭവിച്ചും കലഹിച്ചും നർമ്മത്തിന്റെ മേമ്പൊടിയിലൂടെയാണ് എന്ത് ചെയ്തത്, അദ്ദേഹം ഇതൊക്കെ ചെയ്തത് എന്നുള്ളതാണ്. സമൂഹത്തിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കലഹിച്ചിട്ടുണ്ട് അല്ലെ, എതിർത്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തമാശയിലൂടെയാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളതാണ് കേട്ടോ. അനാരോഗ്യമായ എല്ലാ ശീലങ്ങളെയും വികെൻ തുറന്ന് വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആക്ഷേപഹാസ്യ ശരമേൽക്കാത്ത, അദ്ദേഹത്തിന്റെ ഹാസ്യത്തിന്റെ പാത്രമാവാത്ത ഒരു ഭരണാധികാരിയും ആ കാലത്തില്ല എന്നുള്ളതാണ് കേട്ടോ യാഥാർത്ഥ്യം. അതേപോലെ സാഹിത്യകാരനും വായനക്കാരനും സാധാരണക്കാരനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം തന്റെ കൃതിയിലൂടെ വിമർശിച്ചിട്ടുണ്ട്. സ്വാർത്ഥതകളിലേക്ക് ഒതുക്കപ്പെടുന്ന കാഴ്ചപ്പാടുകൾ, തെറ്റായ ആരോഗ്യശീലങ്ങള്, ഭക്ഷണശീലങ്ങള് എല്ലാറ്റിനെയും നിലനിൽപ്പിയും എന്ന് പറയുന്ന കഥയില് വിമർശന വിധേയമാക്കുന്നുണ്ട്. അതേപോലെ അദ്ദേഹത്തിന്റെ കൃതികൾ അല്ലെ, ഒരുപാട് കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ് വികെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് വരുന്നത്. അപ്പൊ ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇതിൽ നിന്ന് എന്ത് ചോദ്യമാണ് വരുന്നത്, ഇപ്പൊ ചിലപ്പോൾ ചില പാഠഭാഗങ്ങളുമായിട്ട് എന്ത് ചെയ്യും, കമ്പാരിസൺ ചോദിക്കും, നമുക്ക് താരതമ്യപ്പെടുത്താൻ വേണ്ടി ചോദിക്കും നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യമൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് നോക്കണം. അതായത് നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് ഈ ചോദ്യം വന്നിട്ടുള്ളത് എങ്ങനെയാ വന്നിട്ടുള്ളത്, നിലനിൽപ്പിയും പ്രത്യാശയുടെ കിരണങ്ങൾ എന്നീ പാഠഭാഗങ്ങളിലെ ആശയങ്ങളുടെ സമാനതകൾ അല്ലെ, അത് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ തന്നെ ചോദ്യമുണ്ട്. അപ്പൊ ഇതേപോലെ പരീക്ഷയ്ക്കും എന്ത് ചെയ്യും, ഈ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ 5 മാർക്കിനും 7 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അല്ലെങ്കിൽ 3 മാർക്കിന് എങ്കിലും എന്ത് ചെയ്യും, ചോദിക്കും. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്, അതങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നിലനിൽപ്പിയും എന്ന് പറയുന്ന പാഠഭാഗം. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, നിങ്ങൾക്ക് ആവശ്യമുള്ള പാഠങ്ങൾ കമന്റ് ചെയ്യണം എന്നൊക്കെ ടീച്ചർ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് അല്ലെ ഇതിന്റെ നമ്മളുടെ എന്താണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടെ അല്ലെ, ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ ചോദിക്കുക. പഠിച്ചു തുടങ്ങേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിച്ചിരിക്കുക. ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ.